കേരളത്തിൽ മുഖ്യമന്ത്രി പദത്തിൽ ഏറ്റവും കൂടുതൽ കാലം തുടർച്ചയായി അധികാരത്തിലിരുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ. അപ്പോൾ കേരളത്തിലെ മുഖ്യമന്ത്രി പദത്തിൽ ഏറ്റവും കൂടുതൽ കാലം തുടർച്ചയായി അധികാരത്തിലിരുന്ന മുഖ്യമന്ത്രിയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ബെന്യാമിൻ്റെ ആടുജീവിതം എന്ന നോവൽ ആസ്പദമാക്കി പുറത്തിറക്കിയ ആടുജീവിതം എന്ന സിനിമയുടെ സംവിധായകൻ ബ്ലസ്സിയാണ്. അപ്പോൾ ബെന്യാമിൻ്റെ ആടുജീവിതം എന്ന നോവലിനെ ആസ്പദമാക്കി പുറത്തിറക്കിയ ആടുജീവിതം എന്ന സിനിമയുടെ സംവിധായകനാണ് ബ്ലസ്സി. ആടുജീവിതം എന്ന സിനിമയിൽ നജീബ് എന്ന പ്രവാസിയുടെ കഥാപാത്രത്തെ അവതരിപ്പിച്ചത് പൃഥ്വിരാജാണ്. ആടുജീവിതം എന്ന സിനിമയിലെ നജീബ് എന്ന പ്രവാസിയുടെ കഥാപാത്രത്തെ അവതരിപ്പിച്ചത് പൃഥ്വിരാജാണ്. ഫാൻഡോസ് പോർട്ടോ രാജ്യാന്തര ചലച്ചിത്രമേളയിൽ പോർച്ചുഗലിൽ നടക്കുന്ന ഫാൻഡോസ് പോർട്ടോ രാജ്യാന്തര ചലച്ചിത്രമേളയിൽ മികച്ച നടനായി തിരഞ്ഞെടുക്കപ്പെട്ട മലയാള നടനാണ് ടൊവിനോ തോമസ്. ചിത്രം അദൃശ്യജാലകങ്ങൾ. അപ്പോൾ ഫാൻഡോസ് പോർട്ടോ രാജ്യാന്തര ചലച്ചിത്രമേളയിൽ മികച്ച നടനായി തിരഞ്ഞെടുക്കപ്പെട്ട മലയാള നടനാണ് ടൊവിനോ തോമസ്. സിനിമ അദൃശ്യജാലകങ്ങൾ. അദൃശ്യജാലകങ്ങൾ എന്ന സിനിമ സംവിധാനം ചെയ്തത് ഡോക്ടർ ബിജു ആണ്. അപ്പോൾ അദൃശ്യജാലകങ്ങൾ എന്ന സിനിമ സംവിധാനം ചെയ്തത് ഡോക്ടർ ബിജു ആണ്. അതിൽ നടനാണ് ടൊവിനോ തോമസ്. അദ്ദേഹത്തിന് ഫാൻഡോസ് പോർട്ടോ രാജ്യാന്തര ചലച്ചിത്രമേളയിൽ മികച്ച നടനായി തിരഞ്ഞെടുക്കപ്പെട്ടു. മലയാള സിനിമാ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ബോക്സ് ഓഫീസ് കളക്ഷൻസ് നേടിയ മലയാള ചിത്രമാണ് മഞ്ഞുമ്മൽ ബോയ്സ്. അപ്പോൾ മലയാള സിനിമാ ചരിത്രത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ബോക്സ് ഓഫീസ് കളക്ഷൻ നേടിയ മലയാള ചിത്രമാണ് മഞ്ഞുമ്മൽ ബോയ്സ്. 2024 മാർച്ചിൽ ആദ്യമായി എറണാകുളം ജില്ലയിൽ റിപ്പോർട്ട് ചെയ്ത അപൂർവ രോഗമായ ലൈം രോഗത്തിന് കാരണമായ ബാക്ടീരിയയാണ് ബോറേലിയ ബർഗ്ഡോർഫെറി എന്ന ബാക്ടീരിയയാണ് 2024 മാർച്ചിൽ ആദ്യമായി എറണാകുളം ജില്ലയിൽ റിപ്പോർട്ട് ചെയ്ത അപൂർവ രോഗമായ ലൈം രോഗത്തിന് കാരണമായ ബാക്ടീരിയ ബോറേലിയ ബർഗ്ഡോർഫെറി. കേരളത്തിലെ ആദ്യ ഡിജിറ്റൽ സാക്ഷരതാ മണ്ഡലം തളിപ്പറമ്പാണ്. കേരളത്തിലെ ആദ്യത്തെ ഡിജിറ്റൽ സാക്ഷരതാ മണ്ഡലം തളിപ്പറമ്പ്. ഇടം അതായത് എഡ്യൂക്കേഷണൽ ആൻഡ് ഡിജിറ്റൽ അവയർനെസ് മിഷൻ എന്ന പദ്ധതിയിലൂടെയാണ് സമ്പൂർണ്ണ സാക്ഷരത കൈവരിച്ചത്. അപ്പോൾ കേരളത്തിലെ ആദ്യ ഡിജിറ്റൽ സാക്ഷരതാ മണ്ഡലം തളിപ്പറമ്പാണ്. അത് ഇടം എന്ന ഒരു പദ്ധതിയിലൂടെയാണ് ഈ സമ്പൂർണ്ണ സാക്ഷരത കൈവരിച്ചത്. ഇടം എന്ന് വെച്ചാൽ എഡ്യൂക്കേഷണൽ ആൻഡ് ഡിജിറ്റൽ അവയർനെസ് മിഷൻ. മനുഷ്യ വന്യജീവി സംഘർഷം പ്രത്യേക ദുരന്തമായി പ്രഖ്യാപിക്കുന്ന ആദ്യ സംസ്ഥാനം കേരളമാണ്. മനുഷ്യ വന്യജീവി സംഘർഷം പ്രത്യേക ദുരന്തമായി പ്രഖ്യാപിക്കുന്ന ആദ്യ സംസ്ഥാനം കേരളമാണ്. മലയാളിയായ മനോജ് ചാക്കോയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച വിമാന കമ്പനിയാണ് ഫ്ലൈ 91. അപ്പോൾ മലയാളിയായ മനോജ് ചാക്കോയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച വിമാന കമ്പനിയാണ് ഫ്ലൈ 91. ജലാഭിവൃദ്ധി പദ്ധതിയുടെ ഭാഗമായി കേന്ദ്ര സർക്കാർ തിരഞ്ഞെടുത്ത 6 നദികളിൽ കേരളത്തിൽ നിന്നുള്ള നദിയാണ് പെരിയാർ. അപ്പോൾ ജലാഭിവൃദ്ധി പദ്ധതിയുടെ ഭാഗമായി കേന്ദ്ര സർക്കാർ തിരഞ്ഞെടുത്ത 6 നദികളിൽ കേരളത്തിൽ നിന്നുള്ള നദിയാണ് പെരിയാർ. കേരള മീഡിയ അക്കാദമിയുടെ വേൾഡ് പ്രസ് ഫോട്ടോഗ്രാഫി പ്രൈസിന് അർഹയായത് സന ഇർഷാദ് മട്ടുവാണ്. അപ്പോൾ കേരള മീഡിയ അക്കാദമിയുടെ വേൾഡ് പ്രസ് ഫോട്ടോഗ്രാഫി പ്രൈസിന് അർഹയായത് സന ഇർഷാദ് മട്ടുവാണ്. ലോകാരോഗ്യ സംഘടന വയോജന സൗഹൃദ നഗരമായി പ്രഖ്യാപിച്ച ദക്ഷിണേഷ്യയിലെ ആദ്യ നഗരം കൊച്ചിയാണ്. അപ്പോൾ ലോകാരോഗ്യ സംഘടന വയോജന സൗഹൃദ നഗരമായി പ്രഖ്യാപിച്ച ദക്ഷിണേഷ്യയിലെ ആദ്യ നഗരം കൊച്ചിയാണ്. ഇന്ത്യയിലെ ഗണിതശാസ്ത്രജ്ഞനായ സംഗമ ഗ്രാമമാധവൻ്റെ പേരിൽ ഗണിതശാസ്ത്ര പഠന കേന്ദ്രം സ്ഥാപിക്കുന്നത് കല്ലേറ്റുങ്കര ഇരിങ്ങാലക്കുടയിലാണ്. ഇപ്പോൾ ഇരിങ്ങാലക്കുടയിലെ കല്ലേറ്റുങ്കരയിലാണ് ഇന്ത്യയിലെ ഗണിതശാസ്ത്രജ്ഞനായ ഗ്രാമമാധവൻ്റെ പേരിൽ ഗണിതശാസ്ത്ര പഠന കേന്ദ്രം സ്ഥാപിക്കുന്നത്. വയനാട് പഞ്ചായത്തിൻ്റെയും ജില്ലാ ജൈവ വൈവിധ്യ പരിപാലന സമിതിയുടെയും നേതൃത്വത്തിൽ നടത്തിയ കാലാവസ്ഥാ ഉച്ചകോടിയാണ് ജാത്തിരെ. അപ്പോൾ വയനാട് പഞ്ചായത്തിൻ്റെയും ജില്ലാ ജൈവ വൈവിധ്യ പരിപാലന സമിതിയുടെയും നേതൃത്വത്തിൽ നടത്തിയ കാലാവസ്ഥാ ഉച്ചകോടി ജാത്തിരെ. രാജ്യത്ത് ജില്ലാ പഞ്ചായത്ത് തലത്തിൽ കാർബൺ തുല്യത റിപ്പോർട്ട് പുറത്തിറക്കിയ ആദ്യ ജില്ല വയനാടാണ്. അപ്പോൾ രാജ്യത്ത് ജില്ലാ പഞ്ചായത്ത് തലത്തിൽ കാർബൺ തുല്യത റിപ്പോർട്ട് പുറത്തിറക്കിയ ആദ്യ ജില്ല വയനാടാണ്. സംസ്ഥാനത്ത് ശൈശവ വിവാഹം നടത്തുന്നത് തടയുന്നതിനായുള്ള പദ്ധതിയാണ് പൊൻവാക്ക്. അപ്പോൾ സംസ്ഥാനത്ത് ശൈശവ വിവാഹം നടത്തുന്നത് തടയുന്നതിനെതിരെയുള്ള പദ്ധതിയാണ്
തടയുന്നതിനായുള്ള പദ്ധതിയാണ് പൊൻവാക്ക്. അപ്പോൾ പൊൻവാക്ക് സംസ്ഥാനത്ത് ശൈശവ വിവാഹം നടത്തുന്നത് തടയുന്നതിനായുള്ള പദ്ധതിയാണ് പൊൻവാക്ക്. സർക്കാരിൻ്റെ ഉടമസ്ഥതയിലുള്ള ഇന്ത്യയിലെ ആദ്യ OTT പ്ലാറ്റ്ഫോമാണ് സി സ്പേസ്. സർക്കാരിൻ്റെ ഉടമസ്ഥതയിലുള്ള ഇന്ത്യയിലെ ആദ്യത്തെ OTT പ്ലാറ്റ്ഫോമാണ് സി സ്പേസ്. സംസ്ഥാന നിയമവകുപ്പ് പോക്സോ നിയമത്തെക്കുറിച്ച് നിർമ്മിച്ച ഹ്രസ്വചിത്രമാണ് മാറ്റൊലി. അപ്പോൾ സംസ്ഥാന നിയമവകുപ്പ് പോക്സോ നിയമത്തെക്കുറിച്ച് നിർമ്മിച്ച ഹ്രസ്വചിത്രമാണ് മാറ്റൊലി. ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റ് പ്രമേയമാക്കി അനിൽ തോമസ് സംവിധാനം ചെയ്ത സിനിമയാണ് ഇതുവരെ. അപ്പോൾ ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റ് പ്രമേയമാക്കി അനിൽ തോമസ് സംവിധാനം ചെയ്ത സിനിമയാണ് ഇതുവരെ. അയ്യങ്കാളിയുടെ ജീവിതം പ്രമേയമാക്കി നിർമ്മിക്കുന്ന ചലച്ചിത്രമാണ് കതിരവൻ. അപ്പോൾ അയ്യങ്കാളിയുടെ ജീവിതം പ്രമേയമാക്കി നിർമ്മിക്കുന്ന ചലച്ചിത്രമാണ് കതിരവൻ. സംവിധാനം ചെയ്യുന്നത് അരുൺ രാജനാണ്. 200 കോടി ഗ്രോസ് കളക്ഷൻ നേടുന്ന ആദ്യ മലയാള ചിത്രവും മഞ്ഞുമൽ ബോയ്സാണ്. അപ്പോൾ 200 കോടി ഗ്രോസ് കളക്ഷൻ നേടുന്ന ആദ്യ മലയാള ചിത്രം മഞ്ഞുമൽ ബോയ്സാണ്. ലോൺലി പ്ലാനറ്റിൻ്റെ ബീച്ച് ഗൈഡ് ബുക്ക് തിരഞ്ഞെടുത്ത ലോകത്തിലെ ഏറ്റവും മനോഹരമായ 100 ബീച്ചുകളുടെ പട്ടികയിൽ കേരളത്തിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടത് പാപനാശം ബീച്ച്, വർക്കല. അപ്പോൾ ലോൺലി പ്ലാനറ്റിൻ്റെ ബീച്ച് ഗൈഡ് ബുക്ക് തിരഞ്ഞെടുത്ത ലോകത്തിലെ ഏറ്റവും മനോഹരമായ 100 ബീച്ചുകളുടെ പട്ടികയിൽ കേരളത്തിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടത് പാപനാശം ബീച്ച്, വർക്കല. ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ ജ്ഞാനപ്പാന പുരസ്കാര ജേതാവായ പ്രശസ്ത കവിയാണ് രാധാകൃഷ്ണൻ കാക്കശ്ശേരി. അപ്പോൾ ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ ജ്ഞാനപ്പാന പുരസ്കാര ജേതാവായ പ്രശസ്ത കവി രാധാകൃഷ്ണൻ കാക്കശ്ശേരി. 2024 ഹരിവരാസനം പുരസ്കാരം നേടിയ തമിഴ് പിന്നണി ഗായകനാണ് PK വീരമണി ദാസൻ. 2024 ഹരിവരാസനം പുരസ്കാരം നേടിയ തമിഴ് പിന്നണി ഗായകനാണ് PK വീരമണി ദാസൻ.